ഹലോ കൂട്ടുകാരെ, നമ്മൾ കേരള പാഠാവലിയിലെ ഫസ്റ്റ് യൂണിറ്റിലെ മൂന്നാമത്തെ കവിത. ഒന്നാമത്തത് അടുക്കള, രണ്ടാമത്തത് ചട്ടിപ്പത്തിരി, മൂന്നാമത്തെ നമ്മൾ കൊയക്കട്ട എന്ന കവിതയാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ കവിത എഴുതിയത് ദിവാകരൻ വിഷ്ണുമംഗലമാണ്. കൊയക്കട്ട എന്നാണ് പറയുന്നത്, മാനക മലയാളം അല്ല. ഇത് പ്രാദേശിക ഉച്ചാരണമാണ്. കൊഴക്കട്ട എന്ന പദം അത് പ്രാദേശികമായിട്ട് കൊയക്കട്ട എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് കവി നമുക്ക് ഇവിടെ ഈ പാഠത്തിന് കവിതയ്ക്ക് പേരും കൊടുത്തിരിക്കുന്നത്. കവിയുടെ ജീവിതത്തിലെ മധുരമായ ഓർമ്മകളാണ് ഈ കവിതയിലൂടെ കവി ഓർത്തെടുക്കുന്നത്. ഒരു പദാർത്ഥം വെറും ഭക്ഷണ പദാർത്ഥം സ്വാദ് വെച്ച് മാത്രമല്ല, അത് ചിലപ്പം അത് നമുക്ക് വിളമ്പിത്തരുന്ന ആളിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് കയറും. അപ്പോൾ അതിൻ്റെ മാധുര്യം ഒന്നുകൂടെ കൂടും. ഈ കവിതയിലും കവിക്ക് കൊയക്കട്ട എന്നാൽ അങ്ങനെ ഒന്നാണ്. അപ്പം നമുക്ക് കൊയക്കട്ട എന്ന കവിത എടുക്കാം. കൊയക്കട്ട എന്ന പ്രയോഗം മാനക മലയാളമല്ല. അത് ആ ഒരു പ്രദേശത്ത് പ്രചാരത്തിലുള്ള ഒരു പ്രയോഗമാണ്. അപ്പോൾ കൊയക്കട്ട എന്നാണ് ഇവിടെ ദിവാകരൻ വിഷ്ണുമംഗലം പറയുന്നത്. ആ ഭക്ഷണം അദ്ദേഹത്തിൻ്റെ മധുരമുള്ള ചില ഓർമ്മകളിലേക്ക് കൊണ്ടുപോവുകയാണ്. കൊയക്കട്ട കൂട്ടുകാർ കഴിച്ചിട്ടുണ്ടോ? കൊഴക്കട്ട എന്ന് പറഞ്ഞാൽ അരി കുഴച്ചുണ്ടാക്കി അതിനുള്ളിൽ തേങ്ങയും ശർക്കര അല്ലെ തേങ്ങയും പഞ്ചസാരയും ഫില്ലിങ് നിറച്ച് ഉണ്ടയാക്കിയിട്ട് അത് അപ്പച്ചെമ്പിൽ വെച്ച് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു പലഹാരമാണ്. അത് കൂട്ടുകാർ കഴിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, സ്വാദിഷ്ടമാണ്. ഒരു ചൂടോടെ കഴിക്കാൻ ഭയങ്കര രസമാണ്. അപ്പോൾ ആ കൊഴക്കട്ടേനെ കുറിച്ച് ദിവാകരൻ വിഷ്ണുമംഗലം അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലേക്ക് പോവുകയാണ്. നമുക്ക് ഏത് ഭക്ഷണ പദാർത്ഥവും അത് കഴിക്കുന്നതിൻ്റെ സ്വാദ് മാത്രമല്ല, അത് വിളമ്പി തരുന്നവരെ ഓർമ്മകൾ അത് നമ്മുടെ ഹൃദയത്തോടൊപ്പം ചേർത്ത് നിർത്തും. അങ്ങനെയുള്ള ഒരു കവിതയാണ് നമ്മുടെ കൊയക്കട്ട. നമുക്കിനി കവിത വായിച്ചിട്ട് അതിൻ്റെ ആശയം വിശദീകരിക്കാം. അപ്പം കൊയക്കട്ട. മുനിഞ്ഞുകത്തുന്ന മിന്നാമിനുങ്ങുപോൽ ചിമ്മിനിക്കൂടകലയായി കൂരതോറും മലഞ്ചെരുവിൽ മഴ ചിന്നിത്തെറിക്കുന്ന ചാൽപ്പിലൊറ്റയ്ക്കിരുന്നു ഞാൻ വഴിവക്കിൽ മിഴുനട്ടു കാത്തിരിക്കുന്നു. ചരൽക്കുന്നു കയറിയുമിറങ്ങിയും മരങ്ങൾ തന്നിടയിലൂടൊരു രൂപം തെളിയുന്നുണ്ടോ വരുന്നുണ്ടോ പാടമേറി വരമ്പേറി വലിയമ്മ നേരമേറെ മോന്തിയായല്ലോ. ഇവിടെ കവിയുടെ കൊയക്കട്ട എന്ന ഭക്ഷണ പദാർത്ഥത്തോടൊപ്പം കവിയുടെ മധുരമുള്ള ഓർമ്മകളിലേക്ക് പോവുകയാണ്. മുനിഞ്ഞു കത്തുന്ന മിന്നാമിനുങ്ങുപോൽ ചിമ്മിനിക്കൂടകലയായി കൂരതോറും മലഞ്ചെരുവിൽ. അപ്പം മുനിഞ്ഞു കത്തുക എന്ന് പറഞ്ഞാൽ മങ്ങിക്കത്തുന്നു മിന്നാമിനുങ്ങ് പോലെ. മിന്നാമിനുങ്ങിന് ചെറിയ പ്രകാശമാണ് അല്ലേ? മിന്നാമിനുങ്ങിനെ പോലെ മങ്ങിക്കത്തുന്നു ചിമ്മിനിക്കൂട് എന്ന് പറഞ്ഞാൽ ചിമ്മിനി വിളക്ക്. വൈദ്യുതി കറണ്ട് ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ രാത്രിക്ക് പ്രകാശമായിട്ടുണ്ടായിരുന്നത് ഇത്തരം ചിമ്മിനി വിളക്കുകളാണ്. അപ്പോൾ ഈ ചിമ്മിനി വിളക്ക് എങ്ങനെയാണ് കത്തുന്നത്? അത് ചിമ്മിണി ഒഴിച്ചിട്ട് അതിൽ തിരിയിട്ടിട്ട് ഒരു ഗ്ലാസിൻ്റെ കവറിങ് ആയിട്ടുള്ള വിളക്കുകളാണ്. അപ്പോൾ ഈ വിളക്കുകൾ ഭയങ്കര പ്രകാശം ഉണ്ടാവില്ല, വൈദ്യുതി വെളിച്ചത്തിൻ്റെ കറണ്ടിൻ്റെ അത്ര വെളിച്ചം ഉണ്ടാവില്ല. മുനിഞ്ഞു കത്തുക എന്ന് പറഞ്ഞാൽ മങ്ങിക്കത്തുക. ഏതുപോലെ? മിന്നാമിനുങ്ങിൻ്റെ പ്രകാശം പോലെ മങ്ങിക്കത്തുന്ന ആ ചിമ്മിനിക്കൂടുള്ള കൂര എന്ന് പറഞ്ഞാൽ ചെറിയ വീടുകൾ, ഹട്ടുകൾ, ചെറിയ വീടുകൾ. എവിടെയുള്ളത്? മലഞ്ചെരുവിൽ. കവിയുടെ വല്യമ്മയുടെ വീട് മലഞ്ചെരുവിൽ ചെറിയ വീടാണ്. ആ വീട്ടിൽ എന്താണ്? സന്ധ്യ ആയതുകൊണ്ട് തന്നെ കുഞ്ഞ് ചിമ്മിനി വിളക്കുകൾ കത്തിച്ചിട്ടുണ്ട്. ഈ ചിമ്മിനി വിളക്കിൻ്റെ പ്രകാശം ഏതുപോലെയുള്ളതെന്ന് പറഞ്ഞത് മിന്നാമിനുങ്ങിൻ്റെ പ്രകാശം പോലെ മുനിഞ്ഞു കത്തുകയാണ് ചെയ്യുന്നത്. മുനിഞ്ഞു കത്തുക എന്ന് വെച്ചാൽ മങ്ങി കത്തുക. അങ്ങനെ ചെറിയ മണ്ണെണ്ണ വിളക്ക് കത്തുന്ന ആ വീട്ടിൽ കവി
എവിടെയാണ് ഇരിക്കുന്നത്? മഴ ചിന്നിത്തെറിക്കുന്ന ചായ്പിൽ ഇരുന്നു ഞാൻ. ചായ്പ് എന്ന് പറഞ്ഞാൽ വീടിൻ്റെ പ്രധാന മുറിയോട് ചേർന്നിരിക്കുന്ന വശങ്ങളിലുള്ള ചെറിയൊരു മുറിക്കാണ് ചായ്പ് എന്ന് പറയുക. അപ്പോൾ കവി ആ ചായ്പിലാണ് ഇരിക്കുന്നത്. ആ ചായ്പിൽ എന്താണ്? മഴ, ഇങ്ങനെ ചാറ്റൽ മഴ തെറിക്കുന്നുണ്ട് ആ ചായ്പിലിരുന്നാൽ. ആ പ്രധാന മുറിയുടെ വശങ്ങളിലുള്ള മുറിയാണ് ആ ചായ്പ്. ആ ചായ്പിൽ മഴച്ചാറൽ ഏൽക്കുന്നുണ്ട്. മഴച്ചാറൽ ഏറ്റുകൊണ്ട് ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്. വഴിവക്കിൽ മിഴി നട്ട് കാത്തിരിക്കുന്നു. വഴിവക്കിൽ കണ്ണും നട്ടിട്ട് ആരെയോ കാത്തിരിക്കുകയാണ്. ആരെയാണ് കാത്തിരിക്കുന്നത്? നോക്കാം. ചരൽക്കുന്ന് കയറിയും ഇറങ്ങിയും മരങ്ങൾ തന്നിടയിലൂടെ ഒരു രൂപം തെളിയുന്നുണ്ടോ? കവി ആരെയാ നോക്കുന്നത്? ഇന്നത്തെ പോലെ റോഡൊന്നും കോൺക്രീറ്റ് ചെയ്തതും ടാർ ചെയ്തതുമായ റോഡുകളല്ല, മണ്ണ് നിറഞ്ഞ മൺവഴിയാണ്. അപ്പോൾ ഈ മണ്ണിട്ട റോഡുകൾ, ചരലുകൾ, കുഞ്ഞു കുഞ്ഞു കല്ലുകൾ ഉണ്ടാവും. ചരലുള്ള കുന്ന് കയറിയും ഇറങ്ങിയിട്ടും മരങ്ങൾ നിറച്ചും വൃക്ഷങ്ങളുണ്ട്. അപ്പോൾ കുന്ന് കയറിയും ഇറങ്ങിയും വൃക്ഷങ്ങൾക്കിടയിലൂടെ ഒരു രൂപം വരുന്നുണ്ടോ? തൻ്റെ വല്യമ്മ വരുന്നത് കാത്തിരിക്കുകയാണ് കവി. വരുന്നുണ്ടോ? പാടമേറി, വയലിലൂടെ പാടം കയറി, വരമ്പിൽ കൂടെ വരമ്പേറി, വലിയമ്മ ഇങ്ങനെയൊക്കെ വരുന്നുണ്ടോ? ചരൽക്കുന്നിലൂടെ, ചരലിൽ ഉള്ള റോഡിലൂടെ കുന്നുകൾ കയറി ഇറങ്ങി മരങ്ങൾക്കിടയിലൂടെയും വയലിലൂടെയും വയൽ വരമ്പിലൂടെയും വല്യമ്മ വരുന്നുണ്ടോ? ഇപ്പം വല്യമ്മ നേരമേറെ മോന്തിയായല്ലോ. വല്യമ്മ വരാൻ എന്താ ഇത്ര വൈകുന്നത്? സന്ധ്യ ആയല്ലോ. മോന്തി എന്ന് പറഞ്ഞാൽ സന്ധ്യ ആയല്ലോ. വല്യമ്മേനെ എന്താ കാണാത്തത് എന്ന് വെച്ച് ചായ്പിൽ മഴച്ചാറലേറ്റ് വഴിയിൽ കണ്ണ് നട്ടുകൊണ്ട് തൻ്റെ വല്യമ്മയെ കാത്തിരിക്കുകയാണ് കവി ഇവിടെ. ഈ പാരഗ്രാഫ് കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? ഇനി ടീച്ചർ അടുത്ത പാരഗ്രാഫിലേക്ക് പോവാണ് കേട്ടോ. സ്മരണയിൽ മണക്കുന്നു കൊതിയൂറും കൊയക്കെട്ട മടിക്കുത്തിൽ ഭദ്രമായി പൊതിഞ്ഞും കെട്ടി മഴയത്തു നനഞ്ഞൊട്ടി വലിയമ്മ വരുമിപ്പോൾ കൊരമ്പയും ചൂടി വയൽ വരമ്പിലൂടെ. അപ്പോൾ സ്മരണയിൽ മണക്കുന്നു. അപ്പോൾ കവിക്ക് എന്താണ്? ഓർമ്മയിൽ മണക്കുന്നു. ഓർമ്മയിൽ നമുക്ക് ഒരു എന്തായാലും നമ്മളെ ഓർമ്മയിൽ ചിലപ്പോൾ ആ ഗന്ധം കൂടെ വരും. ഇപ്പോൾ കുഴക്കട്ടേനെ കുറിച്ച് കവി ഓർക്കുമ്പോൾ കവിക്ക് ആ കുഴക്കട്ടയുടെ മണം പോലും ഗന്ധം പോലും കിട്ടുന്നുണ്ട്. സ്മരണയിൽ മണക്കുന്നു കൊതിയൂറും കൊയക്കട്ട എന്നാണ് പറയുന്നത്. കൊയക്കട്ടയുടെ മണം പോലും കവിക്ക് ഇപ്പം കിട്ടുന്നുണ്ട്. നമുക്കും ഇഷ്ടമുള്ളതാണെങ്കിൽ നമുക്കറിയാം, ചില ആ ഗന്ധം പോലും നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. അപ്പോൾ സ്മരണയിൽ, ഓർമ്മയിൽ എന്താണ്? കൊതിയൂറും കൊഴക്കട്ടയുടെ മണം പോലും ഓർത്തെടുക്കാൻ കവിക്ക് സാധിക്കുന്നുണ്ട്. എങ്ങനെയാണ് വല്യമ്മ അത് കൊണ്ടുവരിക? മടിക്കുത്തിൽ ഭദ്രമായി പൊതിഞ്ഞു കെട്ടി. വല്യമ്മ കൃഷിപ്പണിക്ക് പോയിട്ട് വരുമ്പോൾ വല്യമ്മയുടെ പണ്ടത്തെ മുണ്ടൊക്കെയാണ് എടുക്കുക, ലുങ്കിയും മുണ്ടൊക്കെ എടുക്കുക, മുണ്ടും ബ്ലൗസൊക്കെയാണ് എടുക്കുക. അപ്പോൾ ഈ മുണ്ടിൻ്റെ മടിക്കുത്തിൽ, ആ മുണ്ടിൻ്റെ ഒരറ്റത്ത് മടിക്കുത്തിലാണ് എന്തുണ്ടാവുക? ഈ കൊയക്കട്ട. കൊതിയൂറും കൊയക്കട്ട മടിക്കുത്തിൽ ഭദ്രമായി പൊതിഞ്ഞു കെട്ടി, ഭദ്രമായിട്ട് തൻ്റെ പേരക്കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഭദ്രമായിട്ട് പൊതിഞ്ഞിട്ട് തൻ്റെ മുണ്ടിൻ്റെ മടിക്കുത്ത് എന്ന് വെച്ചാൽ ഈ അരയിൽ ഭാഗം, അവിടെ ചെരുകി വെക്കുന്ന ആ ഭാഗത്ത് ഭദ്രമായിട്ട് സൂക്ഷ്മമായിട്ട് കെട്ടിയിട്ട് വെച്ചിട്ടുള്ളത്. മഴയത്ത് നനഞ്ഞൊട്ടി വലിയമ്മ വരുമിപ്പോൾ. അപ്പോൾ ഈ വല്യമ്മ ഈ മഴയത്ത് വരുമ്പോഴും ആ കൊയക്കട്ട എന്താണ്? ഭദ്രമായിട്ട് വല്യമ്മയുടെ മടിക്കുത്തിൽ അത് ഭദ്രമായിട്ട് മഴ നനഞ്ഞുകൊണ്ടാണ് വരിക. കൊരമ്പയും ചൂടി വയൽ വരമ്പിലൂടെ. കൊരമ്പ എന്ന് പറഞ്ഞാൽ പനേനെ കൊണ്ടോ ഓലേനെ കൊണ്ടോ പണ്ട് കാലത്ത് കുടയൊന്നും ഉപയോഗിക്കില്ല, കുടയൊന്നും ഇല്ല. അപ്പോൾ ഈ വയലിലെ പണിയൊക്കെ എടുക്കുമ്പോൾ മഴ നനയാതിരിക്കാൻ വെക്കുന്ന ഒരു ഇതാണ്. അത് ഒന്നുകിൽ പുല്ല് കൊണ്ടോ ഓലേനെ കൊണ്ടോ മെടഞ്ഞ ഒരു തൊപ്പിയാണ്. അപ്പോൾ ഈ കൊരമ്പയും ചൂടിയിട്ട് വരും. എന്നാൽ പോലും മഴ നനഞ്ഞാലും അതിഭദ്രമായിട്ട് തൻ്റെ പേരക്കുട്ടികൾക്ക് കൊടുക്കാൻ ഈ കൊയക്കട്ട എവിടെയാണ് വെക്കുക? തൻ്റെ മുണ്ടിൻ്റെ മടിക്കുത്തിലാണ് ചെരുതി വയ്ക്കുക. അപ്പോൾ ഇതൊക്കെ കവിയുടെ ഓർമ്മയിൽ ഭൂതകാലത്തിൽ ആ മാധുര്യമുള്ള ദിനങ്ങൾ ഓർത്തെടുക്കുകയാണ് ചെയ്യുന്നത്.
അടുത്ത പാരഗ്രാഫ്. വലിയമ്മ വന്ന പാടെ പണിയിടങ്ങളിൽ നിന്നും കരുതിയ പലഹാരപ്പൊതി തുറക്കാൻ ഇറയത്തുമിഴി നട്ടു ചെറുമക്കൾ ഞങ്ങളെന്ന് കൊതിയോടെ കാത്തിരുന്ന മധുര ബാല്യം. കവി കൂടെ ഉണ്ടായ മറ്റ് ചെറുമക്കളും, അതായത് കവിനെ പോലെ മറ്റ് പേരക്കിടാങ്ങൾ, അവരെല്ലാവരും വല്യമ്മയുടെ വരവിന് വേണ്ടി കാത്തിരുന്നു. എന്താണ്? പണിയെടുത്ത സ്ഥലത്തുനിന്ന് കൊണ്ടുവരുന്ന പലഹാരത്തിന് വേണ്ടിയിട്ടാണ് ഈ കൊതിയോടുകൂടി കാത്തിരിക്കുന്നത്. ഇന്നത്തെ പോലത്തെ നമുക്ക് ഒരുപാട് ഷോപ്പുകളില്ല, എന്തും വാങ്ങിക്കാൻ സാധിക്കില്ല. അപ്പം ദാരിദ്ര്യമുള്ളൊരു കുട്ടിക്കാലൊക്കെ ആയിരുന്നു എല്ലാവർക്കും. ഇന്നത്തെ പോലെ ലാവിഷായിട്ടൊന്നും ചിലവാക്കൂല. അപ്പോൾ ആ ഒരു വിഷമം കൊണ്ട് തന്നെ കവി വലിയമ്മ വന്നപാടെ എന്താ ചെയ്യുക? പണിയിടങ്ങളിൽ നിന്നും കരുതിയ പലഹാരപ്പൊതി തുറക്കാൻ, അതായത് പണി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്നും അവർ കൊടുക്കുന്ന പലഹാരങ്ങൾ, വീടുകളിൽ കഞ്ഞിയൊക്കെ വെക്കുള്ളൂ, പലഹാരങ്ങളൊന്നും ആ കാലത്ത് ഉണ്ടാക്കില്ല. അപ്പോൾ വലിയ ജന്മിഗൃഹങ്ങളിൽ നിന്നോ എവിടെ നിന്ന് കിട്ടുന്ന പലഹാരത്തിൻ്റെ പൊതി തുറക്കാൻ വേണ്ടി ആരാ കാത്തിരിക്കുക? ഇറയത്തു മിഴി നട്ടു ചെറുമക്കൾ ഞങ്ങളെന്ന്. ചെറുമക്കൾ എന്ന് പറഞ്ഞാൽ പേരക്കിടാങ്ങൾ. ഈ കവിയും കവീനെ പോലെയുള്ള വല്യമ്മയുടെ പേരക്കിടാങ്ങളും എന്ത് ചെയ്തു? വല്യമ്മ പണിയെടുക്കുന്ന സ്ഥലത്തുനിന്ന് കൊണ്ടുവരുന്ന ഈ പലഹാര പൊതി അഴിക്കാൻ വേണ്ടിയിട്ട് മിഴി നട്ടു, കണ്ണും നട്ടിട്ട് നിൽക്കുകയാണ്. കൊതിയോടെ കാത്തിരുന്ന മധുര ബാല്യം. ആ കാലത്തിന് എന്താ പറഞ്ഞത്? അത് കൊതിയോടെ കാത്തിരുന്നത്. ആഗ്രഹവും ദാരിദ്ര്യമൊക്കെ ഉള്ള സമയത്ത് അത് ആഗ്രഹത്തോടു കൂടി കാത്തിരുന്ന ആ കാലത്തിന് കഷ്ടപ്പാടാണെങ്കിൽ പോലും അത് മധുര ബാല്യം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് മധുര ബാല്യം എന്ന് പറയുന്നത്? അപ്പോൾ അതിലെ ആ ഒരു സ്നേഹം, കെയറിങ്, ഒരുമിച്ചിരുന്ന് കഴിക്കൽ, അങ്ങനെയൊക്കെയുള്ള മനോഹരമായ ആ ഒരു എല്ലാം കിട്ടുമ്പോൾ നമുക്കൊന്നിനോടും ആഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ അതൊന്നും കിട്ടാതെ കിട്ടുമ്പോഴുള്ള അതിനോടുള്ള ആ ഒരു ഇഷ്ടം, അതൊക്കെയാണ് ആ മധുര ബാല്യം എന്നതുകൊണ്ട് പറയുന്നത്. തൻ്റെ ചെറുപ്പം, അതായത് വല്യമ്മ കൊണ്ടുവരുന്ന പലഹാരപ്പൊതി ആഗ്രഹത്തോടു കാത്തിരിക്കുന്ന മധുരമുള്ള തൻ്റെ കുട്ടിക്കാലത്തെയാണ് കവി ഇവിടെ ആലോചിക്കുന്നത്. അടുത്ത വരികൾ നമുക്ക് നോക്കാം. അതിലുണ്ടു വാത്സല്യത്തിൻ പാൽനിലാവ്, ജന്മാന്തര സുഹൃതത്തിൻ ഹരിതാപ നിറഞ്ഞ പാടം, അതിലുണ്ട് മണ്ണിനാഴം തൊടും താളം, വാനിനോളം പടരുന്ന തണൽ വൃക്ഷക്കുളിർ പടർപ്പും, അതിലുണ്ട് പഴങ്കഥ പാട്ടുമൂളും നാട്ടിൻ ഈണം, കടങ്കഥ പൊരുൾ ജീവൽ പ്രപഞ്ചപാഠം. അപ്പോൾ ആ വരിൻ്റെ ആശയം പറയാം. അതായത് ആ വലിയമ്മ കൊണ്ടുവരുന്ന ആ കൊഴക്കട്ടയിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതെന്നാണ് പറയുന്നത്? അതിലുണ്ട് വാത്സല്യത്തിൻ പാൽനിലാവ്. വലിയമ്മ കരുതലോടുകൂടി ചെറുമക്കളെ ഓർത്തിട്ട്, കുഞ്ഞുമക്കളെ ഓർത്തിട്ട് കൊണ്ടുവരുന്ന ആ കൊഴക്കട്ടയിൽ വാത്സല്യത്തിൻ്റെ പാൽനിലാവുണ്ട്. നിലാവ് പോലെ പ്രസന്നം, സുഖം ഒക്കെ ആ കൊഴക്കട്ടയിലുണ്ട്. അതിലെന്തൊക്കെയുള്ളത്? വാത്സല്യത്തിൻ്റെ പാൽനിലാവുണ്ട്, ജന്മാന്തര സുഹൃതത്തിൻ ഹരിതാപ നിറഞ്ഞ പാഠം. ജന്മാന്തര സുഹൃതം എന്ന് വെച്ചാൽ നമ്മുടെ തലമുറകളായിട്ട് നമ്മൾ ചെയ്യുന്ന സുഹൃതം എന്ന് പറഞ്ഞാൽ പുണ്യപ്രവൃത്തി. ആ പുണ്യപ്രവൃത്തിയുടെ ഫലമായിട്ടാണ് ഹരിതാപ നിറഞ്ഞ പാഠം. നമ്മൾ ചെയ്യുന്ന പുണ്യത്തിൻ്റെ ഫലമാണ് പച്ചപ്പ് നിറഞ്ഞ പാഠം. കൃഷിയാണ് നമ്മുടെ കൃഷി സമൃദ്ധമായിട്ടുണ്ടെങ്കിൽ ആ നാട് വികസിക്കും. അപ്പോൾ ഹരിതാപ നിറഞ്ഞ പാഠം എന്ന് പറയുന്നത് ആ തലമുറയുടെ ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. അങ്ങനെയുള്ള പാടത്തുണ്ടായ നെൽമണിയിൽ നിന്ന് വരുന്ന അരിയിൽ നിന്നാണ് ഈ കുഴക്കട്ട രൂപമെടുക്കുന്നത്. അപ്പോൾ കുഴക്കട്ട കുഴക്കട്ടയിൽ ഈ ചിന്തകളുണ്ട്. ജന്മാന്തര സുഹൃതത്തിൽ നിന്ന് പച്ചപ്പ് നിറഞ്ഞ പാടം, അതിലുണ്ട് മണ്ണിനാഴം തൊടും താളം. ഈ കുഴക്കട്ടയിൽ മണ്ണിൻ്റെ പശിമയിലേക്ക് തൊടുന്ന ഒരു താളം ഈ കുഴക്കട്ടയ്ക്കുണ്ട്. പിന്നെയോ വാനിനോളം പടരുന്ന തണൽ വൃക്ഷ കുളിർ പടർപ്പും, ആകാശത്തോളം പടർന്നു നിൽക്കുന്ന തണൽ വൃക്ഷങ്ങളുടെ കുളിര്. ഏതൊരു ഭക്ഷണ വിഭവങ്ങളിലും അതിൻ്റെ സമൃദ്ധി എന്ന് പറയുന്നത് ഈ വൃക്ഷങ്ങളും പാടങ്ങളും ഒക്കെ സമ്മാനിക്കുന്നതാണ്. അപ്പോൾ വാനോളം പടർന്നു നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ കുളിരും ഈ കുഴക്കട്ടയിലുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെയോ
അതിലുണ്ട് പഴങ്കഥ പാട്ടുമൂളും നാട്ടിന്നീണം. കൊഴുക്കട്ടയിൽ എന്തുകൂടെ അലിഞ്ഞു ചേർന്നിരിക്കുന്നു എന്നാ പറഞ്ഞേ? പഴങ്കഥ പാട്ട് പാടുന്ന, അധ്വാനിക്കുന്ന കർഷക പ്രവൃത്തി ചെയ്യുന്ന, കൃഷിപ്രവൃത്തി ചെയ്യുന്ന ആളുകൾ, അധ്വാനിക്കുന്ന വർഗം, അവർ പാടുന്ന പഴങ്കഥ പാട്ടിൻ്റെ ഈണവും ഈ കൊഴുക്കട്ടയിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതോടൊപ്പം കടങ്കഥയുടെ പൊരുള്, കടങ്കഥയുടെ അർത്ഥങ്ങൾ എല്ലാം ഈ കൊഴുക്കട്ടയിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. അതുമാത്രമല്ല, ജീവൽ പ്രപഞ്ചത്തിൻ്റെ പാഠം, ലോകത്തിൽ പ്രപഞ്ചത്തിലുള്ള വിവിധ ജൈവ വൈവിധ്യങ്ങളെക്കുറിച്ച് അത് നൽകുന്ന പാഠവും ഈ കൊഴുക്കട്ട എന്നതിലെ കവിനെ ലഭിക്കുന്നുണ്ടെന്നാണ് കവി പറയുന്നത്. കൊഴുക്കട്ട എന്ന ഒരു ഭക്ഷണപദാർത്ഥം എന്തൊക്കെ ഓർമ്മകൾ, എന്തൊക്കെ ചിന്തകളിലാണ് കവിയിലേക്ക് നിറച്ചത് എന്നാണ് നമുക്ക് വ്യക്തമാക്കുന്നത്. അടുത്ത വരികൾ നോക്കാം. പനിവന്നാൽ നെറ്റി തൊട്ടു നനവാർന്ന ശീല വെച്ചു തണുപ്പിക്കും കരസ്പർശ കുളിരുമുണ്ട്. മുറിവേറ്റാൽ ഇലപ്പച്ച പിഴിഞ്ഞിറ്റിച്ചതിന്നീറ്റൽ ശമിപ്പിക്കും നാട്ടുവൈദ്യ പെരുമയുണ്ട്. കൊഴുക്കട്ട കവിനെ പല 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 ഓർമ്മകളിലേക്കാണ് കൊണ്ടുപോകുന്നത്. വല്യമ്മേനെ കൊഴുക്കട്ടയിലൂടെ വല്യമ്മയിലേക്കും വല്യമ്മയിൽ നിന്ന് മറ്റു പലതിലേക്കും അദ്ദേഹത്തെ കൊണ്ടുവന്നു. എന്തൊക്കെയാണ് നോക്കാം നമുക്ക്. എന്താണ്? പനി വന്നാൽ നെറ്റി തൊട്ട് നനവാർന്നു ശീല വെച്ചു തണുപ്പിക്കും കരസ്പർശ കുളിരുണ്ട്. അതായത് കൊഴുക്കട്ട എന്നത് വല്യമ്മേനെ ഓർമ്മിപ്പിച്ചു, വല്യമ്മേൻ്റെ കരുതലിനെ ഓർമ്മിപ്പിച്ചു. പനി വന്നാൽ വല്യമ്മ എന്താ ചെയ്യുക? നെറ്റിയിൽ നമ്മൾക്കും പനി വന്നാൽ ചെയ്യുമല്ലേ, ഇപ്പം എന്താണ്, തുണി വെച്ചിട്ട് നമ്മൾ നനഞ്ഞ വെള്ളം തൊട്ട് തുടയ്ക്കും. അതുപോലെ പണ്ടും ചെയ്യായിരുന്നു. തുണിയിൽ നനവാക്കിയിട്ട് നെറ്റിയിൽ വെച്ച് കൊടുക്കും. അപ്പോൾ പനി വന്നാൽ നെറ്റി തൊട്ട് നനവാർന്നു ശീല എന്ന് പറഞ്ഞാൽ തുണി വെച്ച് തണുപ്പിക്കും. ആ ചൂട് കുറയ്ക്കും. നെറ്റിയിലേക്ക് നനഞ്ഞ തുണി എടുത്തിട്ട് കഴിഞ്ഞാൽ ആ പനിൻ്റെ ചൂട് വരുമ്പം അതിങ്ങനെ ഡ്രൈ ആയി വരും. വീണ്ടും വീണ്ടും നനച്ച് വെക്കും. അങ്ങനെ വെക്കുന്ന തണുപ്പിക്കുന്ന, പനീനെ തണുപ്പിക്കുന്ന കരസ്പർശത്തിൻ്റെ കുളിര്, വല്യമ്മയുടെ കരസ്പർശത്തിൻ്റെ കുളിര്, വല്യമ്മ തുണി നനച്ച് നെറ്റിയിൽ വെച്ച് കൊടുക്കുന്ന ആ ഒരു ഓർമ്മ. പിന്നെയോ മുറിവേറ്റാൽ ഇലപ്പച്ച പിഴിഞ്ഞിറ്റിച്ചതിൻ നീറ്റൽ ശമിപ്പിക്കും നാട്ടുവൈദ്യ പെരുമ. ഇന്നത്തെ പോലെയല്ല എന്തും മരുന്ന് കൊടുത്ത് ഡോക്ടറെ കാണിച്ച് പൈസ ചിലവാക്കിയിട്ടുള്ള, അങ്ങനെയല്ല. എല്ലാത്തിനും വീട്ടിൽ തന്നെ നാട്ടുവൈദ്യമുണ്ട്. ആ ഒരു സംസ്കാരമായിരുന്നു. ഒന്നിനും നമ്മളിപ്പം ഭക്ഷണത്തിനായിട്ട് പുറത്തു പോകുന്ന പോലെയോ മരുന്നിനായിട്ട് ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിക്കുക, അങ്ങനെയൊന്നുമില്ല. എല്ലാത്തിനും ഒരു നാട്ടുവൈദ്യം, വീട്ടുവൈദ്യം എല്ലാവർക്കും അറിയായിരുന്നു. വല്യമ്മ എന്ത് ചെയ്യും? ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യും? അതിൽ എന്താണ്, മുറിവേറ്റ ഒരു ഇലപ്പച്ച എന്നുള്ള സാധനം, ആ ഒരു ഇലപ്പച്ചേൻ്റെ ഞെരടി അതിൻ്റെ ആ മുറിവിലേക്ക് ഒഴിച്ചു കൊടുക്കും. അതായത് ആ ഒരു വീട്ട് വൈദ്യം അത് വല്യമ്മ ചെയ്യും. പനി വന്നാൽ എന്ത് ചെയ്യും? നനഞ്ഞ തുണി നെറ്റിയിലിട്ട് തണുപ്പിക്കും. അതുപോലെ മുറിവേറ്റാൽ ഇലപ്പച്ചയുടെ നീര് അതിലേക്ക് ഉറ്റിച്ചു കൊടുക്കുന്ന നാട്ടുവൈദ്യത്തിൻ്റെ പെരുമ, അതിൻ്റെ പ്രശസ്തി അത് ഉണ്ട്. അതൊക്കെ കവിയുടെ ഓർമ്മയിലേക്ക് വരികയാണ്. ഈ വരികളിൽ എന്താ പറയുന്നത്? ലാഭമൊന്നും നോക്കാതെ, ഡോക്ടറുടെ അടുത്തൊന്നും പോവാതെ നമ്മൾ നാട്ടുവൈദ്യ സംസ്കാരം, അത് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ പനി മാറ്റുക, മുറിവുണക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെയോ അടുത്ത വരി, അകന്നുപോയി അവയെല്ലാം വലിയമ്മ മറവിതൻ കരിമ്പടം പുതച്ചെങ്ങൂ മറഞ്ഞുപോയി. വയലുകൾ നികന്നിങ്ങും നഗരത്തി വിഭവങ്ങൾ വിളമ്പുന്ന മണിമേടയുയർന്നുവാനിൽ. ഗ്രാമങ്ങളെല്ലാം നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള മാറ്റാണ് പറയുന്നത്. അപ്പം ഇവിടെ എന്താ പറഞ്ഞത്? വലിയമ്മ ഓർമ്മയിൽ നിന്ന് മറഞ്ഞുപോയി. കരിമ്പടമാകുന്ന മറവി കൊണ്ട് വലിയമ്മേനെ മറച്ചു കഴിഞ്ഞു. പിന്നീട് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നതെന്ന് പറയുന്നു. അവിടെ വയലുകൾ, വല്യമ്മ പണിയെടുത്തിരുന്ന ആ വയലുകളെല്ലാം നികത്തി. അവിടെ എന്താണ്? വലിയ മണിമേടകൾ, ഒന്നിലധികം നിലകളുള്ള വലിയ മണിമേടകൾ വന്നു. വലിയ മാളുകൾ വന്നു, സൂപ്പർ മാർക്കറ്റുകൾ വന്നു. ഇവിടെയൊക്കെ നഗരത്തിൽ വിളമ്പുന്ന വിഭവങ്ങൾ, അതായത് ചൂടോടുകൂടി തീ പാറുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ വിളമ്പുന്ന മാളുകളും മറ്റും വന്നു. അങ്ങനെ ആകാശം മുട്ടയുള്ള വലിയ വലിയ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ ഉണ്ടായി വന്നു. പല ദേശങ്ങളിൽ നിന്നും
പല ദേശങ്ങളിൽ നിന്നും വിലയേറും പലഹാരം പലതും ഞാനതിൽ പിന്നെ കഴിച്ചെന്നാലും വലിയമ്മ കൊണ്ടുവന്ന കൊയക്കട്ടയോളമൊന്നും പകർന്നില്ല രുചിയെന്നിൽ സ്മൃതിയിൽ ഹൃത്തിൽ. ഇവിടെ കവി അവസാനം പറയാണ്, കവിയും നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് നഗരത്തിലേക്ക് ചേക്കേറുകയും പിന്നീട് നഗരത്തിലുള്ള എല്ലാ മാറ്റങ്ങളും അത് ആ നാടോടുമ്പം നടുവേ ഓടുക എന്നുള്ള രീതിയിൽ കവിയും പോയെങ്കിൽ പോലും പല ദേശത്ത് പോയിട്ട് വിലയുള്ള പല ആഹാരങ്ങളും പലതും ഞാനതിൽ പിന്നെ കഴിച്ചു. കവി വലുതായി കഴിഞ്ഞപ്പോൾ, കുട്ടിക്കാലമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം വലുതായി കഴിഞ്ഞപ്പോൾ പല ദേശത്തും പോയിട്ടുണ്ടാവാം. പല ദേശത്ത് പോയപ്പോൾ അവിടെയുള്ള പലതരത്തിൽപ്പെട്ട ഭക്ഷണങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളും കഴിക്കാൻ കവിക്ക് അവസരം ലഭിച്ചിട്ടുണ്ടാവാം. എങ്കിലും അദ്ദേഹം പറയാണ്, വലിയമ്മ കൊണ്ടുവന്ന് തന്ന കൊയക്കട്ടയോളമൊന്നും പകർന്നില്ല രുചിയെന്നിൽ. കവിക്ക് വിശിഷ്ടങ്ങളായ പല പല സ്ഥലങ്ങളിലുള്ള വ്യത്യസ്തങ്ങളായ ഭക്ഷണ പദാർത്ഥം കഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരിക്കൽ പോലും വലിയമ്മ തൻ്റെ മുണ്ടിൻ്റെ മടിക്കുത്തിൽ കരുതി കൊണ്ടുവന്ന ആ കൊയക്കട്ടയുടെ സ്വാദ് ഒരിക്കലും മറ്റൊരു വിശിഷ്ട വിഭവം എന്ന് പറയുന്ന ഒന്നിൽ പോലും അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പകർന്നില്ല രുചി എന്നിൽ. എന്താണ് രുചി എന്നിൽ? സ്മൃതിയിൽ, ഓർമ്മയിലും ഹൃദയത്തിലും വല്യമ്മ കൊടുത്ത ആ കൊയക്കട്ടയുടെ സ്വാദ് എത്ര അദ്ദേഹം പല ദേശത്ത് പോയിട്ടും പല വിശിഷ്ട വിഭവങ്ങൾ കഴിച്ചിട്ടും അത് ഒന്നും അദ്ദേഹത്തിൻ്റെ വല്യമ്മ അദ്ദേഹത്തിനായി കരുതലോടുകൂടി കൊണ്ടുവന്ന കൊയക്കട്ടയുടെ അത്ര സ്വാദില്ല എന്നാണ് കവി ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ പുതിയ തലമുറയാണ്, പുതിയ തലമുറയുടെ ഭക്ഷണശീലങ്ങളൊക്കെ അറിയായിരിക്കും. പക്ഷേ നമ്മളെ പുതിയ തലമുറ ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഒന്നാണ് കൊയക്കട്ട. അപ്പോൾ ആ കൊയക്കട്ട കവിയിൽ ഉണ്ടാക്കിയ വികാരങ്ങൾ, അദ്ദേഹത്തിൻ്റെ മധുര ബാല്യം, അദ്ദേഹത്തെ കരുതലോട് നോക്കിയ വല്യമ്മേനെ കുറിച്ചുള്ള ചിന്തകൾ, അതിൻ്റെ സ്വാദ് എത്ര വിശിഷ്ട വിഭവത്തിലും കിട്ടിയിട്ടില്ല എന്നാണ് കവിയുടെ നമ്മളോട് പറയുന്നത്. കൊയക്കട്ട അത് ആ വിഭവം നമ്മുടെ നാവിൽ മാത്രമല്ല നമ്മുടെ ഹൃദയത്തിലാണ്, കവിയുടെ ഹൃദയത്തിലേക്കാണ് അത് കടന്നു കയറിയിരിക്കുന്നത്. ചില വിഭവങ്ങൾ അങ്ങനെയാണ്, നമ്മളെ വൈകാരികമായും ചിലർ വിളമ്പുമ്പോൾ അത് നമ്മളെ ഹൃദയത്തിലേക്ക് കൂടി കടന്നു കയറുന്നതാണ് കവി ഈ കവിതയിലൂടെ പറഞ്ഞിരിക്കുന്നത്. കൂട്ടുകാർ നന്നായിട്ട് വായിച്ചു നോക്കുക, എന്നിട്ട് ടീച്ചറിൻ്റെ ക്ലാസ് ശ്രദ്ധിക്കുക. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് പറയുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.